പ്രപഞ്ചനാഥനാണ് സൂര്യദേവൻ. സകല രോഗങ്ങളെയും മാറ്റുവാൻ കെൽപ്പുള്ള പ്രകാശമാണ് ആദിത്യൻ. സൂര്യദേവൻ മുഖ്യപ്രതിഷ്ഠയായ ഒരു ക്ഷേത്രം കോട്ടയം ജില്ലയിലുണ്ട്. സൂര്യക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നത് ഒറീസയിലെ വിശ്വവിസ്മയമായ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. മഴ കോരിച്ചൊരിയുന്ന ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ ആദിത്യപുരം സൂര്യക്ഷേത്രത്തിലെത്തിയത്. അപൂർവതകളുടെ ഒരത്ഭുത ലോകം തന്നെയാണ് ഈ ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ഇരവിമംഗലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആദിത്യപുരം സൂര്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ വാക്കുകൾക്കും വർണ്ണനകൾക്കും അതീതമാണ്. പല ക്ഷേത്രങ്ങളിലും സൂര്യനെ ഉപദേവതയായി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിലും പ്രധാന ദേവനായി സൂര്യനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രം കൂടിയാണിത്. ആദിത്യപുരം സൂര്യനാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ ഉപദേവതകൾ ദുർഗാഭഗവതി, ധർമ്മശാസ്താവ്, യക്ഷിയമ്മ എന്നിവരാണ്. ആദ്യകാലത്ത് രവിമംഗലം എന്നും ഇരവിമംഗലം എന്നും അറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം സൂര്യക്ഷേത്രത്തിന്റെ വരവോടെ ആദിത്യപുരം എന്ന പേരിൽ പ്രസിദ്ധമായി. ത്രേതായുഗത്തിൽ സൂര്യദേവന്റെ വിഗ്രഹം സമർപ്പിക്കപ്പെട്ടുവെന്നാണ് ഐതിഹ്യം. ഒരിക്കൽ കപികാടു മരങ്ങാട്ടുമനയിലെ ഒരു നമ്പൂതിരി സൂര്യദേവനെ കഠിന തപസ്സിലൂടെ പ്രസാദിപ്പിച്ചുവെന്നും അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ സൂര്യദേവൻ പ്രത്യക്ഷപ്പെടുകയും ആ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അന്നുമുതൽ പതിവ് പൂജകളും അനുഷ്ഠാനങ്ങളും ആരംഭിച്ചുവെന്നും വിശ്വാസം. ക്ഷേത്ര ശ്രീകോവിൽ വൃത്താകൃതിയിലാണ്. എണ്ണ വലിച്ചെടുക്കാൻ കഴിവുള്ള ഒരു പ്രത്യേകതരം ശിലയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. തപസ്സിരിക്കുന്ന ഭാവത്തിലുള്ള അപൂർവ പ്രതിഷ്ഠയാണ് ഇവിടെ സൂര്യദേവനുള്ളത്. ശംഖും ചക്രവും ഓരോ കൈയിലും മറ്റു 2 കൈകൾ മടിയിൽ വെച്ച് തപസ്സനുഷ്ഠിക്കുന്ന ഭാവത്തിലുള്ള വിഗ്രഹം ശിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ. ആദിത്യപൂജ, ഉദയാസ്തമന പൂജ, എണ്ണയഭിഷേകം, ഭഗവതി സേവ, നവഗ്രഹ പൂജ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ. ഞായറാഴ്ചയാണ് പ്രധാന ദിവസം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൂജകൾക്ക് രക്തചന്ദനം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. രക്തചന്ദനമാണ് ഇവിടെ പ്രസാദമായി നൽകുന്നത്. രക്തചന്ദനക്കാവടി അഭിഷേകം പ്രധാന ചടങ്ങാണ്. മേടമാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് രക്തചന്ദനക്കാവടി നടക്കുന്നത്. അതുപോലെ സർവപ്രായച്ചിത്തമായി രക്തചന്ദനം തലയ്ക്കൊഴിഞ്ഞ് നടക്കൽ സമർപ്പിക്കുന്നത് വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. സർവപാപ പരിഹാരമായി രക്തചന്ദന തുലാഭാരവും ഭക്തർ ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിലെ വിളക്കിൽ നിന്നും നെയ്യും മഷിയും പ്രത്യേക രീതിയിൽ ചേർത്തുണ്ടാക്കിയ മിശ്രിതം കണ്ണിൽ പുരട്ടിയാൽ നേത്രരോഗങ്ങൾ ശമിക്കുമെന്നാണ് വിശ്വാസം. നമസ്കാരം, എൻ്റെ പേര് ദിനേശൻ നമ്പൂരി എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ മേശാന്തിയാണ്. ഇത് ഞങ്ങളുടെ കുടുംബ ക്ഷേത്രമാണ്. മരങ്ങാട്ടുമന എന്നാണ് കുടുംബത്തിൻ്റെ പേര്. ഞങ്ങളുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര കാലം മുമ്പുള്ളതാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിന് ആധികാരികമായിട്ട് രേഖകളൊന്നുമില്ല. എങ്കിലും ഈ ശ്രീകോവിലിൻ്റെ കണക്ക് പ്രകാരം ഇത് ത്രേതായുഗത്തിലാണെന്നാണ് പറയുക. അതായത് ഈ ശ്രീകോവിലിൻ്റെ ചുറ്റ് മരണച്ചുറ്റെന്നാണ് പറയുക, 19 കോൽ ചുറ്റാണ്. അപ്പം അതിനെക്കുറിച്ച് അറിയാവുന്നവർ അത് ആ കാലഘട്ടത്തിലാണ് അത് ധാരാളം ഉള്ളത്. അപ്പോൾ അത് ത്രേതായുഗത്തിലെ കണക്കാണെന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് വിവരമുള്ളവർ പറയുന്നത്. അല്ലാണ്ട് ആധികാരികമായിട്ട് നമുക്ക് ഇനി രേഖകളൊന്നുമില്ല. പിന്നെ ഈ സൂര്യൻ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠ.
പിന്നെ കിഴക്ക് ഭാഗത്ത് ദുർഗാ ഭഗവതിയാണ്. അത് ഒരു 200 കൊല്ലത്തിൽ കൂടുതലായിട്ടില്ല ദുർഗാ ഭഗവതി ഇവിടെ വന്നിട്ട്. അത് ഞങ്ങളുടെ അച്ഛൻ്റെയൊക്കെ മുത്തശ്ശനായിട്ടൊരാളാണ് ഈ ഭഗവതിയെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അതിനുശേഷമാണ് ഇപ്പം ഈ കാണുന്ന രീതിയിലേക്ക് ഈ അമ്പലം ഉയർന്നത്. മുമ്പ് ഈ സൂര്യൻ്റെ ശ്രീകോല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭഗവതി വന്നതിന് ശേഷമാണ് ഈ ഇപ്പം കാണുന്ന രീതിയിലേക്ക് വന്നത്. പിന്നെ ഈ ഭഗവതിയും സൂര്യനും ആയിട്ടൊരു ബന്ധം ഉണ്ടെന്നാണ് നമുക്കൊരു വിശ്വാസം. പഴയ കാലത്ത് ഈ ഓരോ ദേവന്മാർക്കും ഓരോ ശക്തി കൊടുത്ത ഭാഗത്ത് സൂര്യനും ഈ സർപ്പത്തിനുമാണ് ഈ നമുക്ക് സാധാരണക്കാരന് കാണാൻ പറ്റുന്ന ആ ഒരു സ്വരൂപം ഉണ്ടായത്. ശക്തിയൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ. അതിൽ അതൃപ്തനായ സൂര്യഭഗവാൻ മഹാമായ തപസ് ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. അപ്പം അങ്ങനെ തപസ് ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ. അതായത് പത്മാസനാണ്. ശംഖുചക്രം ഇരിക്കുകയാണ്, പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ശംഖും ചക്രമാണ് കയ്യിൽ. അപ്പോൾ ആ മഹാമായ തപസ്സിരിക്കുന്ന ധ്യാനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഭഗവതി അതിന് ശേഷമാണ് ഇവിടെ വന്നത്. അപ്പോൾ ആ ഭഗവതിയെ ഈ തപസ് ചെയ്യണ ഒരു സങ്കല്പത്തിലാണ് ഭഗവാന്റെ ഇരിപ്പ്. അപ്പോൾ ആ ഭഗവതി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിലായത്. അപ്പോൾ നമുക്ക് അതും ഇതുമായിട്ടൊരു ബന്ധമുണ്ടെന്നൊരു തോന്നൽ. ഉദ്യോഗ രേഖകളൊന്നുമില്ല, അങ്ങനെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ ഞായറാഴ്ച ദിവസമാണ് ഏറ്റവും പ്രധാനം. അത് ഈ മേടമാസത്തിലെ അവസാനത്തെ ഞായറാണ് ആണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. മേടവും കാവടി എന്നാണ് പറയുക അതിന്. മേടമാസത്തിലെ അവസാനവും അതുപോലെ വൃശ്ചികത്തിലെ അവസാനവും ഞായറാഴ്ച 2 കാവടിയാണ് ആണ്ടിലുള്ളത്. അത് ഇല്ലത്തൊരാൾ വേണം ആദ്യത്തെ കാവടി ഈ 2 ദിവസവും. അത് കഴിഞ്ഞിട്ടാണ് ഭക്തജനങ്ങളുടെ കാവടി. പിന്നെ ഈ രക്തചന്ദനാണ് ഇവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അതും വേറെ അധികം കാണാൻ വഴിയില്ല. ഇവിടെ ഈ സൂര്യനൊക്കെ ചുവന്നതേ ഉള്ളൂ. പൂജയ്ക്ക് എല്ലാത്തിനും ചുവന്ന ചന്ദനം മാത്രമേ ഉപയോഗിക്കുള്ളൂ, വെള്ളച്ചന്ദനം ഇല്ല. പിന്നെ ഇവിടെ ഉച്ചപൂജയ്ക്ക് ഈ ഞായറാഴ്ച ദിവസം മാത്രം ഒരു മഹാനിവേദ്യം എന്നും പറഞ്ഞൊരു, അത് പിഴിഞ്ഞ പായസമാണ്. അതിന് ഇവിടുത്തെ രീതിക്ക് ഭാഷ മഹാനിവേദ്യം. അത് ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചന്ദനം മുട്ടി നടക്കി വയ്ക്കുക ഒരു പ്രധാനമാണ് വഴിപാട്. അത് ഈ സർവ്വപ്രായശ്ചിത്തമായിട്ട് നടക്കി വയ്ക്കുകയാണ്. അത് ഈ രക്തചന്ദനാണ്, അത് ഇവിടെ കിട്ടും. അറിയാവുന്നവർ രക്തചന്ദനം മുട്ടി മേടിച്ചുകൊണ്ട് വരും. പിന്നെ ഈ ത്വഗ് രോഗങ്ങൾക്കൊക്കെ വളരെ പ്രധാനമാണ് ഇവിടുത്തെ ആടിയ എണ്ണ പ്രസാദവും രക്തചന്ദനം. ഇത് രണ്ടും കൂടി ഉപയോഗിക്കാത്ത പാണ്ട് അങ്ങനെയുള്ള ഇപ്പുറത്തുള്ള വയ്യായകളൊക്കെ മാറുന്നതാണ്. പിന്നെ ഈ കണ്ണിന് വളരെ പ്രധാനമാണ് ഇവിടുത്തെ വിളക്കിലെ മഷി. ഈ രാവിലത്തെ നേരം മാത്രം 2 കണ്ണിൽ ഉപയോഗിക്കുക പൂജ കഴിഞ്ഞിട്ടുള്ള സമയത്ത്. അത് ഈ പഴയ കാലത്ത് ഈ അമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തൊരു തറ ഉണ്ട്. ഒരു ഇട്ടറ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് സ്മരണയായിട്ട് പണിതേക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരു കാലഘട്ടം കണ്ണ് കാണില്ല എന്നാണ് പറയുക. അദ്ദേഹം ഇവിടെ വന്ന് 1 വർഷത്തെ ഭജനത്തിന് ശേഷം കണ്ണ് കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഐതിഹ്യം. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്കാണ് ആ ഒരു തറ അവിടെ പണിതേക്കുന്നത്. തെക്ക് ഭാഗത്താണ് അതിൻ്റെ അമ്പലത്തിൻ്റെ. പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറഞ്ഞാൽ ഈ അടനിവേദ്യം, ഈ രോഗനിവാരണം അങ്ങനെയുള്ളതിനൊക്കെയാണ്. പിന്നെ ഈ നവഗ്രഹ പൂജ, ഈ ഗ്രഹങ്ങളുടെ ദോഷം മാറാനുള്ള നവഗ്രഹ പൂജ, പിന്നെ ആദിത്യ പൂജ, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ. ഇവിടെ സൂര്യന് ഇവിടുത്തെ രീതിക്കുള്ള പൂജകൾക്ക് ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് പറഞ്ഞു തന്ന ഉപദേശപ്രകാരമുള്ളതാണ് ഇവിടെ പൂജാ രീതികൾ. പിന്നെ സൂര്യൻ്റെ അമ്പലം വളരെ അപൂർവമാണ്, നമ്മുടെ അറിവിൽ എങ്ങുമില്ല. ഇവിടെ സൂര്യൻ മാത്രമേ ഉള്ളൂ പ്രതിഷ്ഠ, നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠ ഇല്ല. നവഗ്രഹങ്ങൾ ചുറ്റും ഉണ്ടെന്നൊരു സങ്കല്പത്തിലുള്ള പൂജകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നവഗ്രഹ പൂജയൊക്കെ കഴിക്കുന്ന ആ ഒരു സങ്കല്പത്തിൻ്റെ പുറത്താണ് നവഗ്രഹ പൂജ കഴിക്കുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭൂമികയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാർഷിക വിളകളാൽ സമ്പന്നമായ ഒരു ദേശമാണിവിടെ. മണ്ണിൽ പൊന്നു വിളയിക്കുന്നവരുടെ ഈ ദേശത്തിന് സർവ്വ അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുന്ന സൂര്യദേവനെ ദേശവാസികൾ കൺകണ്ട ദൈവമായി ആരാധിക്കുന്നു.